പണ്ട് നമ്മൾ ഈ ഒരു വാതിൽ ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു. ഇപ്പം കണ്ടോ വ്യത്യാസം, എന്ത് അടിപൊളിയായിട്ട് കിടക്കുന്നെന്ന് നോക്കി. കടലും കായലും ഒന്നിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. വളരെ മനോഹരമായിട്ടുള്ള പ്രദേശമാണ്. കണ്ടില്ല, അങ്ങോട്ടൊക്കെ നോക്കി ഒരുപാട് പേര് മീൻ പിടിക്കുന്നതാണ്. ഇരവൂർ കൊല്ലം തീരദേശ പാതയൊക്കെ പുഴിക്കരയിൽ നിന്നുമാണ് ടച്ചായി പോകുന്നത്. ഞാൻ നടന്നു വരുന്ന ഈ ഒരു വഴിയൊക്കെ എല്ലായിടത്തും ഇത് കണക്ക് ലാമ്പൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആശയം എന്ന് വേണം പറയാനായിട്ട്. ചേട്ടാ, ഈ ഒരു ആശയം എങ്ങനെയുണ്ട്? വളരെ ഗംഭീരമാണ്, കൊള്ളാലോ. ഇവിടെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു, പണ്ട് ഇപ്പോഴത്തെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ? എന്താണ് ഫീൽ ചെയ്യുന്നത്? നല്ല വ്യത്യാസമുണ്ട്. കാരണം പണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ബാക്ക് സൈഡാണ് കൂടുതലും കുറച്ച് വൈബായിട്ടുള്ളത്. അപ്പോൾ വന്ന് നിൽക്കുമ്പോൾ നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം എന്ന് പറയുന്ന ഒത്തിരി പേർക്ക് ഇരിക്കാൻ വേണ്ടി നല്ല സൗകര്യങ്ങളുണ്ട്, ലൈറ്റിംഗ് ഉണ്ട്. രാത്രി ആയിട്ടില്ല, രാത്രി ആകുമ്പോഴേ ഇനി അതിന്റെ ഒരു വൈബ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഇത്രയും ഇതായിട്ട് ചെയ്തു തന്ന ആരാണെങ്കിലും, കറക്റ്റ് ഈ പേരറിയത്തില്ല, എന്തായാലും അവരുടെ ഫാമിലിക്കും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പണ്ടത്തെ നല്ലൊരു വ്യത്യാസം. പണ്ടത്തെ നല്ല വ്യത്യാസമുണ്ട്. പണ്ട് ആർക്കും ഇരിക്കാനും ഒന്നും പറ്റില്ല. ഇപ്പൊ എല്ലാവർക്കും വന്ന് ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളും എല്ലാം ആക്കിയെടുത്തു. എന്റെ ചേച്ചിയാണ് ആക്കിയെടുത്തത്. ചേച്ചിയാണ്. തീർച്ചയായിട്ടും നമ്മൾ പുഴിക്കരക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം വർഷങ്ങളായിട്ട് കാട് മൂടി വേസ്റ്റുകളും മറ്റും നിക്ഷേപിച്ച് മലീമസമായി കിടന്ന നമ്മുടെ ഈ പുഴിക്കര ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പിറകുവശം അതിമനോഹരമായ രീതിയിൽ ഇന്റർലോക്ക് ഭാഗി സ്വീകരിച്ച് ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നത് പരവൂർ കോട്ടപ്പുറം സൗവർണികയിൽ ഏതനായ ഗൗതം സൈഗാളിന്റെ മക്കളായ ഡോക്ടർ അജു സൈഗാൾ, സുമിൻ സൈഗാൾ, സുമിത് സൈഗാൾ എന്നിവ ചേർന്നാണ് ഈ പുഴിക്കര അമ്മയ്ക്ക് ഈ കോമ്പൗണ്ട് സമർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിച്ച സ്പോൺസറിൽ ഒരാളാണ് സുമിത് സൈഗാൾ. ഒരുപാട് സന്തോഷം തോന്നുന്നു. അച്ഛൻ്റെ ഓർമ്മ അതേ ഉള്ളൂ പറയാനായിട്ട്. സ്പോൺസേഴ്സിൽ അടുത്ത ആള് അജു സൈഗാൾ. വളരെ സന്തോഷമുണ്ട്. ഇവിടെ കാട് പിടിച്ചു കിടന്നവരുടെ ആരെയും മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് സാധിച്ചു. അച്ഛന്റെ സ്മരണയ്ക്കായിട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മള് സ്പോൺസർമാരിൽ ഒരു രണ്ടുപേരെ പരിചയപ്പെട്ടു. ഒരാള് പുറത്താണല്ലേ, മിൻ സൈഗാൾ, അദ്ദേഹം പുറത്താണ്. ബാക്കി രണ്ടുപേരെ നമ്മൾ പരിചയപ്പെട്ടു. വളരെ നല്ലൊരു ആശയമാണ്. ഇനി കുറച്ചുകൂടെ ഇരുട്ട് വീഴുമ്പം അത് വേറൊരു ഫീലായിരിക്കും. ഞാൻ ഇപ്പം കുറച്ച് നേരം ഈ അസ്തമനവും കൂടി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ട് നോക്കി, എന്ത് വൈബെന്ന് നോക്കി. സാധാരണ നമ്മളിവിടെ വന്നിരിക്കുന്ന അവിടെ ആ ഒരു പാറപ്പുറത്തായിരുന്നു. ഇനിയിപ്പോൾ പാറപ്പുറത്ത് ഇരിക്കണ്ടല്ലോ, ഇവിടെയൊക്കെ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഇരുന്ന് അസ്തമനം കാണാം. രാവിലെ വന്നാൽ കാണാം. അടിപൊളി ഉണ്ടല്ലേ. അപ്പം ഇന്ന് ഇവിടെ വന്നപ്പം സ്പെഷ്യലായിട്ടൊരു 3 ഗസ്റ്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുഴിക്കര ദേവിയെ പറ്റിയിട്ടുള്ള ഒരു ആൽബം ഇന്ന് റിലീസാവുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കുവാണ്. നമ്മുടെ ഫ്രണ്ടിലെ ഒരു 3 പേര് നിൽപ്പുണ്ട്. ഇത് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ അമ്മയുടെ ഒരു പാട്ട് ചെയ്യാനും സംഗീതം കൊടുക്കാനും റെക്കോർഡ് ചെയ്യാനും എൻ്റെ മോള് തന്നെ പാടിയത്. ഇങ്ങനെ പാടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും നല്ല സപ്പോർട്ടാണ്. കണ്ടില്ലേ, അങ്ങനെ ആൽബം ലോഞ്ച് ആയിട്ടുണ്ട്. ലിജിത്താണ് ക്യാമറാമാൻ. എങ്ങനെ ഉണ്ടായിരുന്നു വർക്കൊക്കെ? അടിപൊളിയായിരുന്നു. കാരണം എൻ്റെ അമ്മയുടെ ഒരു പാട്ട് ഇറക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് എനിക്ക് സാധിച്ചത് നമ്മുടെ ഈ ഒരു കൂട്ടുകെട്ട് തന്നെയാണ്. നമ്മുടെ ഒരു PV പ്രദീപ് കുമാർ സാർ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഞാൻ പാട്ട് എഴുതാൻ തയ്യാറാണ്, അദ്ദേഹം ഫ്രീ ആയിട്ട് എനിക്ക് പാട്ട് എഴുതി തരുകയും അദ്ദേഹത്തിനെ കണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് അദ്ദേഹം അടിപൊളി നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നല്ല രീതിയിലാണ് വർക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ഏത് പേജിലാണ് വന്നതെന്നും കൂടി ഒന്ന് പറയാമോ? നമ്മുടെ സ്വന്തം പേജായിട്ടുള്ള ലിജിത് ജഗൻ ആർ എന്നുള്ള ഒരു പേജിലാണ് ഇപ്പം നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മുടെ മണിയൻസ് ബ്ലോഗ് എന്നുള്ള ചാനലിലും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലാണ്, അത് മണിയൻസ് ബ്ലോഗ് എന്നാണ് അതിൻ്റെ പേര്. ഇനി ഇതണക്ക് പാട്ടുകൾ ചെയ്യാൻ നമുക്ക് ഒരു പ്രചോദനം ഉണ്ടാകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ.